ഏറ്റവും സുപ്രധാനമായ ഒരു തെളിവായ ഹാർഡ് ഡിസ്ക് എൻ്റെ കൈവശം ഉണ്ടെന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ രാമനുണ്ണി വക്കീൽ ഷോക്കഡായി പോകുന്നുണ്ട്. എന്തോ ഒരു സീക്രട്ട്, എന്തോ ഒരു ത്രെഡ് ഇതിന് പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും അവസാന ഭാഗം എന്ന് പറയുന്നത് അതായത് ശംഖുമുഖം തറവാട്ടിൽ നിന്നും അനുഭവി ഇന്നലെ രാത്രിയിൽ പുറത്തേക്ക് അടിച്ചിറക്കി വിട്ടതാണ് നമ്മുടെ രാമനുണ്ണി വക്കീല്. അതേ രാമനുണ്ണി വക്കീല് തന്നെ അനുപമയെ തിരിച്ച് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, തറവാട്ടിലുള്ളവരെല്ലാവരും ആകെ ഞെട്ടിയിരിക്കുകയാണ്. അനുപമ പോയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അതാ കയറി വരുന്നു. ആട്ടിയിറക്കി വിട്ട അതേ ആള് തന്നെ അനുപമ ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. എല്ലാവരും ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ രാമനുണ്ണി വക്കീലിന് എന്ത് പറ്റി, തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് പോലും എല്ലാവരും ആലോചിച്ചു. അഭിയാണെങ്കിൽ അങ്ങ് വിറഞ്ഞു തുള്ളി നിൽക്കുകയാണ്. അനുപമയുടെ ശല്യം ഒഴിവായാലോ എന്ന് വിചാരിച്ച് അച്ഛന്റെ ശല്യം കാരണമാണ് അനുപമയെ തലയേറ്റി നടക്കേണ്ടി വരുന്നത്. എന്തായാലും അച്ഛനായിട്ട് അനുപമയെ അടിച്ചിറക്കി വിട്ടപ്പോൾ അതോർത്ത് സന്തോഷിച്ച് ഇരിക്കുകയായിരുന്നു അഭി. അപ്പോഴതാ ഇതേ അച്ഛൻ തന്നെ ഇതേ തിരിച്ചു കൊണ്ടുവരുന്നു. എന്താണെങ്കിലും അതിന് വ്യക്തമായ കാരണങ്ങൾ ഈ രാമനുണ്ണി വക്കീലിനുണ്ട്. അപ്പൊ രാമനുണ്ണി വക്കീലിന് തന്നെ ഈ എപ്പിസോഡിന്റെ അവസാനം പറയുന്നുണ്ട്, അതായത് ഈ അനുപമയെ അടിച്ചിറക്കി വിട്ടതും ഞാൻ തന്നെയാണ്. അതിന് എനിക്ക് വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചിറക്കി വിട്ടു. പക്ഷേ ഈ അനുപമയെ തിരിച്ചു ഞാൻ കയറ്റിയതും അതിന് എനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. ആ കാരണം എന്താണ് എന്ന് ഈ രാമനുണ്ണി വക്കീൽ എടുത്തു കാട്ടുന്നുണ്ട്. അത് നമ്മുടെ അഞ്ജലിക്കുട്ടിയുടെ അടുത്ത് നിന്ന് ഈ ദുഷ്ടയായ അനുപമ അടിച്ചു മാറ്റിയ ഹാർഡ് ഡിസ്ക് ഈ രാമനുണ്ണി വക്കീലിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു എന്നുള്ളതാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോ ഉറപ്പായിട്ടും അനുപമ ഇത് പറഞ്ഞ് വിലപേശി എന്നുള്ളത് ഉറപ്പാണ് രാമനുണ്ണി വക്കീലിനോട്. അതായത് എനിക്ക് എൻ്റെ പഴയ പ്രൗഢിയും പ്രതാപത്തോടും കൂടിയിട്ട് എനിക്ക് ഈ തറവാട്ടിൽ തിരിച്ചു കയറണം, എന്നെ മരുമകളായിട്ട് തന്നെ അംഗീകരിക്കണം, എനിക്ക് പഴയ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് അനുപമ എന്താണെങ്കിലും വിലപേശിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഹാർഡ് ഡിസ്ക് വെച്ച്. അപ്പൊ രാമനുണ്ണി വക്കീലിന് തൻ്റെ ടൈപ്പ് ഒരാൾ തന്നെയാണ് അനുപമ എന്നുള്ള കാര്യം ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. തന്നോടാണ് കൂറ് എന്നുള്ള ഒരു കാര്യം ഈ രാമനുണ്ണി വക്കീലിന് മനസ്സിലായിട്ടുമുണ്ട്. എന്താണെങ്കിലും അനുപമ പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് രാമനുണ്ണി വക്കീല് തിരിച്ച് അനുപമയെ വീട്ടിലേക്ക് കയറ്റിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഇത് എനിക്ക് അവള് തിരിച്ചു തന്നു, എൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ സഹായത്തിന് ഇവളെ നിലകൊണ്ടു, അതുകൊണ്ട് ഇവളെ ഞാൻ തിരിച്ചു കയറ്റുന്നു, ഇതാണ് എൻ്റെ തീരുമാനമെന്ന് രാമനുണ്ണി വക്കീല് അറുത്ത് മുറിച്ച് പറയുന്ന സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. അതുകൂടാതെ ഒരു പ്രധാന കാര്യം കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ ജൂനിയർ വക്കീലുകളെക്കാളും അടിപൊളിയായിട്ടാണ് തെളിവുകൾ എനിക്ക് വേണ്ടി അവൾ ശേഖരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എൻ്റെ ജൂനിയർ വക്കീല് എൻ്റെ അസിസ്റ്റന്റിനേക്കാളും മിടുക്കിയായിട്ടാണ് അവൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഈ നമ്മുടെ രാമനുണ്ണി വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുള്ളിക്ക് അത്രയ്ക്ക് അനുപമയെ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അനുപമയ്ക്ക് മുമ്പോട്ട് പോകുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ശംഖുമുഖം തറവാട്ടിൽ ഒരു മഹാറാണിയെ പോലെ അവൾക്ക് അനുപമയ്ക്ക് കഴിയാം എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. എന്താണെങ്കിൽ അത് അങ്ങനെ സംഭവത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇന്നത്തെ പ്രൊമോ, നാളത്തെ എപ്പിസോഡിൽ ഇന്നത്തെ പ്രൊമോയിലേക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നാളത്തേക്കുള്ള പ്രൊമോ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് തൻ്റെ കാര്യങ്ങളൊക്കെ അടിവരയിട്ട് ഈ രാമനുണ്ണി വക്കീല് അനുപമയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അതായത് ഈ ശംഖുമുഖം തറവാട്ടില് എല്ലാ പഴയ, അതായത് ഈ അനുപമ അഞ്ജലിയുടെ ചേച്ചിയാണ് എന്നറിഞ്ഞതോടുകൂടി പൊതുവെ അവിടെ ഒരു വികാരം ഉണ്ടായിട്ടാണ് അനുപമ ഒരു കള്ളിയാണ്, ഒരു വില കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് പൊതുവെ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും കള്ളം പറഞ്ഞ് നിൽക്കുന്ന ഒരാളെ കള്ളി എന്നല്ലാതെ ഒന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ
ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തേ പറ്റൂ എന്ന അനുപമയ്ക്കുണ്ട്. കാരണം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് അനുപമ അവിടെ എങ്ങനെയാ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അനുപമ രാമനുണ്ണി വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് പഴയ അതേ വില ഇവിടെ ഈ തറവാട്ടിൽ തിരിച്ചു കിട്ടണം. അപ്പൊ അങ്ങനെ ഉറപ്പായിട്ട് അനുഭവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമനുണ്ണി വക്കീൽ പറഞ്ഞത്, ഇവളെ പഴയ പോലെ തന്നെ അതേ വിലയോട് കൂടി തന്നെ എന്റെ മരുമകളായിട്ട് ഇവിടെ തുടർന്നേ പറ്റൂ എന്ന് വളരെ ഉറച്ചൊരു തീരുമാനത്തിൽ രാമനുണ്ണി വക്കീല് പറയുന്നത് പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലെ? അപ്പോ അങ്ങനെ സംഭവം ഫസ്റ്റ് പ്രൊമോയിൽ കാട്ടി. അതിനുശേഷം വരുന്ന സീനുകളാണ് നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നത് കേട്ടോ. ഇതിനിടയിൽ ഒരു സംഭവം ഉണ്ട്. ഈ ഗുണ്ടയെ എനിക്ക് തോന്നുന്നു ഈ അർജുൻ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രൊമോയിൽ നമ്മൾ കാണുന്നുണ്ട് അർജുൻ പുറകെ ചെന്ന് പോയി ട്രേസ് ചെയ്ത് പോയി പിടിച്ച ആ ഗുണ്ടയായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നമ്മൾ പ്രൊമോയിൽ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഗുണ്ടയെ പിടിക്കും. ഇതിന് പിന്നിലൊക്കെ ആരാണെന്നുള്ള സത്യം അർജുൻ അറിയും. അർജുൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയാണ് ഈ കുറുപ്പും രാമനുണ്ണി വക്കീലൊക്കെയാണ് ഇതിന് പിന്നെ പ്ലാൻ ചെയ്യുന്നത്, അഞ്ജലിയെ തീർത്ത് കളയാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അതൊന്നും അർജുൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മിക്കവാറും എനിക്ക് തോന്നുന്നത് അർജുൻ ആ ഗുണ്ടനെ പിടിക്കും. അപ്പൊ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുമ്പോൾ ശരിക്കും അർജുൻ ഷോക്കഡായി പോകും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അതങ്ങനെ നടക്കട്ടെ. അപ്പോൾ കോടതിയിൽ അടുത്ത കുറച്ച് സീനുകളാണ് നമ്മൾ പിന്നെ പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രൊമോ തന്നെയായിരുന്നു. ഒരുപാട് ലെങ്തി അല്ലെങ്കിലും കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള ഒരു പ്രൊമോ തന്നെയായിരുന്നു. അപ്പം കോടതിയിലെ സീനുകൾ എന്ന് പറയുന്നത്, അതായത് ഈ ശക്തമായ പ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുകൾ വെച്ചുള്ള പോരാട്ടങ്ങൾ കോടതിയിൽ വെച്ച് ഉണ്ടാവുന്നുണ്ട് എന്ന പ്രൊമോയിൽ നമുക്ക് കാണാം. അപ്പം കോടതിയിൽ വെച്ച് അഞ്ജലി പറയുന്നുണ്ട്, ഈ നമ്മുടെ ഈ കേസിലെ ഇതിന് ഏറ്റവും സുപ്രധാനമായൊരു തെളിവായ ഹാർഡ് ഡിസ്ക് എന്റെ കൈവശം ഉണ്ടെന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ രാമനുണ്ണി വക്കീൽ ഷോക്കഡായി പോകുന്നുണ്ട്. കാരണം ഈ ഹാർഡ് ഡിസ്ക് രാമനുണ്ണി വക്കീലിന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഈ അഞ്ജലി ഇത് ഇങ്ങനെ പറയുന്നത് എന്ന് ഒരു നിമിഷം ഒന്ന് ആശങ്കപ്പെടുന്നുണ്ട് രാമനുണ്ണി വക്കീൽ കേട്ടോ. പക്ഷെ എന്തുകൊണ്ടാണ് അഞ്ജലി അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ കോപ്പി എടുത്ത് സൂക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നും മനസ്സിലായില്ല. എന്താണെങ്കിലും അഞ്ജലി ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു സീക്രട്ട്, എന്തോ ഒരു ത്രെഡ് ഇതിന് പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അഞ്ജലി അത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് കോടതിയിൽ പറയുന്നത് കേട്ടോ. പിന്നീട് അതിനെ എതിർത്ത് പല കാര്യങ്ങളും ഈ നമ്മുടെ രാമനുണ്ണി വക്കീല് പറയുന്നുണ്ട്. അതായത് ഈ പത്മ കേസിൽ ഈ പത്മ ഇങ്ങനെ മോശപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവളിങ്ങനെ ആണുങ്ങളെ പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പലയിടങ്ങളും ആണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് രീതിയിലൊക്കെ രാമനുണ്ണി വക്കീല് നമ്മുടെ പത്മേനെ വേദനിപ്പിച്ച അഞ്ജലിയെ തകർക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കോടതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടെന്ന് പ്രമേയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ വീക്കെൻഡ് പ്രമേയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം ഈ നാളെ നടക്കുന്ന കോടതിയിൽ ആദ്യം തന്നെ ഒരു പത്മയ്ക്ക് അനുകൂലമായ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്ക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അഞ്ജലിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാതെ വരാനായിട്ട് ചാൻസ് ആണ് ഞാൻ കാണുന്നത്. എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ചധികം ഒരു ട്വിസ്റ്റുകളും ആകാംക്ഷയൊക്കെ ഉള്ളൊരു പ്രമോ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ.